കൊല്ലത്തെ 19-കാരന്റെ കൊലപാതകത്തിൽ സംശയം പ്രകടിപ്പിച്ച് ബന്ധുക്കൾ രംഗത്ത്. എന്നാൽ ഇത് ദുരഭിമാന കൊലയാണെന്ന ആക്ഷേപം പോലീസ് നിഷേധിച്ചു. മകളുമായുള്ള ബന്ധം പ്രസാദ് വിലക്കിയിട്ടും അരുൺ തുടർന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ സംശയിക്കുന്നത്. കൊല്ലം ഇരട്ടക്കടയിലെ 19-കാരന്റെ കൊലപാതകം കരുതിക്കൂട്ടി നടത്തിയതാണെന്ന സംശയവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. എന്നാൽ ദുരഭിമാന കൊലയാണെന്ന ആരോപണം പോലീസും നിഷേധിച്ചു. മകളുമായുള്ള ബന്ധം വിലക്കിയിട്ടും അരുൺ തുടർന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മരണമടഞ്ഞ യുവാവിന്റെ ബന്ധുക്കൾ സംശയിക്കുന്നത്. കാരണം അത്രയും ജെന്യൂൻ ആയിരുന്നു അവൻ്റെ സ്നേഹബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും മോളൊരു 17 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഇത് നടക്കത്തില്ല, നീ ഒരു കാര്യം ചെയ്യുക, അവിടെ നിൽക്കി, തൽക്കാലം ഇപ്പോൾ അവിടെ നിൽക്കുമെന്നും പറഞ്ഞൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ തിരുവോണത്തിൻ്റെ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞു മക്കൾ തിരുവോണത്തിന് ഇവിടെ വരണം, പിന്നതുപോലെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞു. അന്ന് എന്തോ സംശയം കാരണം എൻ്റെ മോൻ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ ഇതേ കണക്ക് വീട്ടിൽ അവൻ്റെ അച്ഛനും ചേട്ടനും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് വന്ന് മോനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇന്നും കൂടെ നീ നിൻ്റെ മോനെ കാണത്തോളം എന്നും പറഞ്ഞ് പോയി. ഞങ്ങൾ വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അയാൾ പുള്ളിക്കാരൻ സമ്മതിച്ചതുമാണ്. പിന്നെ എന്തിനാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. മരണകാരണം ശ്വാസകോശത്തിലെ ആഴത്തിലുള്ള മുറിവാണെന്നും പറയുന്നു. പ്രസാദ് മദ്യലഹരിയിലാണ് അരുണിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നീട് പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സംഘർഷത്തിനിടെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് പ്രസാദ് അരുണിനെ കുത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അരുണുമായുള്ള സംഘർഷത്തിൽ പ്രസാദിന്റെ പല്ലു കൊഴിഞ്ഞിരുന്നു. 2 സമുദായമായതുകൊണ്ടാണ് പ്രസാദ് ഇരുവരുടെയും പ്രണയത്തെ എതിർത്തതെന്നും പെൺകുട്ടി തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും അരുണിന്റെ അമ്മയുടെ സഹോദരി സന്ധ്യ പറഞ്ഞിരുന്നു. കാരണം 8ാം ക്ലാസ് മുതലുള്ള ഒരു പ്രണയമാണിത്. അന്ന് നമ്മൾ സംസാരിച്ച് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് പിന്നീട് വിവാഹം നടത്താമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ പ്രശ്നം കാരണം, ഇഷ്യൂസ് കാരണം മോള് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ പ്രായപൂർത്തിയാകാത്തത് കൊണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത് സ്റ്റേഷൻ മുഖേന. അത് കഴിഞ്ഞിട്ട് പിന്നെ മോള് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു +1 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങളാണ്, അച്ഛൻ മോശമായുള്ള രീതിയിലൊക്കെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് നമുക്കിപ്പം ഒരു മീഡിയയുടെ മുന്നിൽ പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട് മകളോട്. അപ്പം നാട്ടിൽ അമ്മയില്ല. അമ്മയാണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള അച്ഛൻ അത്ര ഇതായിട്ടല്ല നോക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റേഷൻ മുഖേന നമ്മൾ ഇവരുടെ ഒരു അപ്പച്ചി എന്ന് പറഞ്ഞാൽ അത് ശക്തികുളങ്ങര ഒരു വീട്ടിൽ നമ്മളായിട്ടാണ് കുഞ്ഞിനെ അവിടെ ഏൽപ്പിക്കുന്നത്. കാരണം അവൾ അവിടെ നിന്നോട്ടെ എന്ന് എഴുതി, അവിടെ സേഫ്റ്റി ആണെന്ന് എഴുതി അവിടെ ഏൽപ്പിച്ചു. അവിടെ ഏൽപ്പിച്ചപ്പോഴത്തേക്ക് പിന്നെ മോൻ ഇടയ്ക്ക് കാണാൻ ചെല്ലാനായിട്ട് നിർബന്ധിച്ച് ചെല്ലുക, അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരി വിളിക്കുന്ന സമയത്ത് അവനെ കാണണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.